തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജന അന്തിമ വിജ്ഞാപനത്തിനു പിന്നാലെ രണ്ടാം ഘട്ട നിയമപോരാട്ടവുമായി UDF ഇറങ്ങുന്നു. പരമാവധി തദ്ദേശ UDF കമ്മിറ്റികളോട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശം. ഹൈക്കോടതിയിൽ ഹർജി നൽകിയ കോഴിക്കോട് ജില്ലയിലെ തിരുവള്ളൂർ, വാണിമേൽ പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനത്തിൽ ഇടക്കാല ഉത്തരവും ലഭിച്ചിട്ടുണ്ട്. കരട് വിജ്ഞാപനത്തിനു പിന്നാലെ ലീഗ് നൽകിയ അപ്പീലും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. പ്രതികരണം ഒന്ന് കേട്ടു. പല സ്ഥലങ്ങളിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടിക്ക് പോവുക. അപ്പോൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അശാസ്ത്രീയ ഇതിനകത്തുണ്ട്. അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനുള്ള ആസൂത്രിതമായ നീക്കത്തെയാണ് രാഷ്ട്രീയമായി നിയമപരമായി ഞങ്ങൾ അതിനെ എതിർക്കും. ഒന്നുപോലും അതായത് ഹിയറിംഗ് നടത്തിയ അവർ കണ്ടെത്തിയുള്ള യാഥാർത്ഥ്യങ്ങളിലേക്ക് ഡീലിമിറ്റേഷൻ കമ്മിറ്റി എത്തിയിട്ടില്ല. കരടിൽ എന്താണോ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ, അതായത് ഒരു നാടകമാണ് നടന്നിടത്തോളം ആളുകളുടെ അധ്വാനം വെറുതെ ആയി എന്നല്ലാതെ യാതൊരുവിധ നീതിയും ലഭ്യമാകാത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ഞങ്ങൾ ഉറച്ചു പറയുന്നത് 2010 ഇതുപോലെ അശാസ്ത്രീയമായ വിഭജനം നടത്തിയിട്ട് UDF അനുകൂലമായിട്ടാണ് ജനം വിധിയത്. അത് 2025 തെരഞ്ഞെടുപ്പിലും 26 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. സുനോജ് തോമസിന്റെ കൂടുതൽ വിവരങ്ങളുമായി. സുനോജ് തോമസ്, വാർഡ് വിഭജനം രണ്ടാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് നിയമ നടപടികളിലേക്ക് നീളും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. അന്തിമമായിട്ടുള്ള വിധി സുപ്രീം കോടതിയാണ് വരേണ്ടത്. എന്തായാലും അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാർഡ് പുനർവിഭജനത്തിൽ രാഷ്ട്രീയ നീതി ഇല്ല എന്നൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം ലീഗിനും കോൺഗ്രസിനുമുണ്ട്. കോടതി കയറുമോ വാർഡ് വിഭജനം വീണ്ടും? അരുൺകുമാർ, അതായത് ആദ്യം ലീഗാണ് ഇതിനെതിരെ കോടതിയിൽ പോയത്. സിംഗിൾ ബെഞ്ച് അനുകൂല വിധി കൊടുത്തെങ്കിലും ഡിവിഷൻ ബെഞ്ച് വാർഡ് വിഭജനമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് അനുമതി കൊടുത്തു. അതിനെതിരെയുള്ള അപ്പീല് സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. അതായത് വാർഡ് വിഭജനം അനുവദിക്കാൻ പാടില്ല എന്നാണ് ലീഗിൻ്റെ ഹർജിയിലെ വാദമെന്ന് പറയുന്നത്. നിലവിൽ UDF ഓരോ തദ്ദേശ കമ്മിറ്റികൾ നൽകുന്ന ഈ ഹർജി എന്ന് പറയുന്നത് നിലവിൽ അന്തിമ വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വാർഡ് വിഭജനം നടത്തി അന്തിമ വിജ്ഞാപനം പുറത്തിറക്കി. പക്ഷേ അന്തിമ വിജ്ഞാപനം ഇറക്കിയത് ഈ കരട് വിജ്ഞാപനത്തിനെതിരെ നൽകിയ പരാതികൾ പരിഗണിക്കാതെ, പരിശോധിക്കാതെ, അതിൽ പരിഹാരം കാണാതെ അന്തിമ വിജ്ഞാപനം പുറത്തിറക്കി. അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ UDF കമ്മിറ്റികൾ ഹർജി നൽകുന്നത്. ആ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ച് ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഉത്തരവിൽ പറയുന്നത് ഈ വാർഡ് വിഭജനത്തിൻ്റെ അന്തിമ തീരുമാനം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നാണ് ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ലീഗിൻ്റെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൂടി ഇരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി പ്രത്യേകിച്ച് UDF ഭരിക്കുന്ന കേന്ദ്രങ്ങളിൽ പരാതിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പരമാവധി ഹർജികൾ ഹൈക്കോടതിയിലേക്ക് എത്തിക്കാനാണ് UDFിന് തീരുമാനം. അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തും തിരുവള്ളൂർ പഞ്ചായത്തും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ നിയമ പോരാട്ടം ഒരു വഴിക്ക് നീങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ വാർഡ് വിഭജനം അന്തിമമായി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അന്തിമമായ ഒരു വിധി വരുന്നത് വരെ ഈ വാർഡ് വിഭജനം നടപ്പാക്കാനും കഴിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കാനുള്ള കാര്യമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും രാഷ്ട്രീയമായി UDF മുന്നോട്ട് വയ്ക്കുന്നു. ഇതിനു മുൻപും 2001 സെൻസസ് പ്രകാരം 2010 ഇതേപോലെ വാർഡ് വിഭജനം നടത്തിയെങ്കിലും UDFിന് അനുകൂലമായ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. ഈ രീതിയിൽ പോയാലും UDFിന് അനുകൂലമായ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും നിയമപരമായ പോരാട്ടം UDF തുടരുകയും ചെയ്യുകയാണ്. അരുൺകുമാർ. ഓക്കെ, സുനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.